വിജയമാണ്. പകുതിയാകുമ്പോൾ 537 എന്ന ലീഡിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി നിൽക്കുന്നു. ഈ ലീഡല്ല UDF പ്രതീക്ഷിച്ചിരിക്കുന്നത്. വഴിക്കടവ് കഴിയുമ്പോൾ ഒരു 2000 തൊട്ട് 3000 എങ്കിലും ലീഡ് ഉയർത്തേണ്ട ബാധ്യത UDF-നുണ്ട്. ഇനിയുള്ള പഞ്ചായത്തുകളിലേക്ക് 4 റൗണ്ടുകൾ ബാക്കിയുണ്ട്. വഴിക്കടവിലെ അപർണ നമ്മളതോട് കാത്തിരുന്ന് കാണണം. ഇനിയും 2, 3, 4 റൗണ്ട് ഉണ്ട്. എന്തായാലും അൻവർ കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാനാകാത്ത ഒരു ശക്തിയായി മാറുമോ എന്നുകൂടി തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. തുടക്കത്തിൽ 1500 വോട്ടുകൾ ആദ്യ റൗണ്ടിൽ നേടിയെന്നത് ചെറിയ കാര്യമല്ല. BJP സ്ഥാനാർത്ഥിക്ക് 400 വോട്ടുകൾ മാത്രമാണ് ലഭ്യമായത്. മൂന്നാമത് അൻവർ ഉണ്ട്. ഇപ്പോൾ 380ലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം. സൂചന ഷൗക്കത്തിന് ആദ്യ റൗണ്ടിന്റെ ലീഡ് 2ാം നിലയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. 2ാം റൗണ്ടിൽ അവിടെ 2ാം റൗണ്ടിന്റെ പൊതുചിത്രം വരുമ്പോൾ ഒരുപക്ഷെ അൻവറിന് ലീഡ് ഉണ്ടെങ്കിൽ കൂടിയും ആദ്യത്തെ ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ UDF-ന് വെല്ലുവിളിയാണ്. കാരണം ആദ്യ 4 റൗണ്ടുകളിൽ ഭൂരിപക്ഷം 1500-ന് മുകളിലേക്ക് പോയിരിക്കണം UDF-ന്റെ കണക്കിൽ. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നിലമ്പൂർ മറ്റൊരു ജനവിധി എഴുതുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഇതൊരു സൂചനയുമല്ല. നമുക്ക് 1, 2, 3 റൗണ്ടുകൾ വരെ കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിപ്പിനൊടുവിലാണ് നിലമ്പൂർ പറയാൻ പോകുന്ന ജനവിധിയുടെ കൃത്യമായ സൂചന വരിക. പക്ഷേ ആദ്യ റൗണ്ടിൽ തന്നെ നമുക്ക് മുന്നിൽ വ്യക്തമായ ഘടകങ്ങൾ ഇതാണ്. PV അൻവർ ഒരു ഫാക്ടറാണ്. അൻവർ വോട്ട് പിടിച്ചു. 1588 ഔദ്യോഗികമായി തന്നെ ആദ്യ റൗണ്ടുകൾ പിടിച്ചിട്ടുണ്ട്. ആ വോട്ട് ചോർത്തിയത് UDF-ൽ നിന്നാണ് കണക്കാണ് ഇപ്പോൾ മുന്നിലുള്ളത്. രഞ്ജിത്ത്, ഇത് കഴിയുമ്പോൾ പൊട്ടാൻ പോകുന്ന ബോംബ് UDF-നകത്ത് ഈ നമുക്കൊപ്പം ചേർന്നു. CV അനുമോദ ഉറ്റുനോക്കുകയായിരുന്നു വഴിക്കടവിൽ മിനിമം 2000. അതല്ലാണ്ട് UDF-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി അങ്ങോട്ടുള്ള മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ. പക്ഷേ 452 എന്നൊരു കണക്കിൽ നിൽക്കുന്നു. 2ാം റൗണ്ട് എണ്ണി തീർന്നിട്ടില്ല. ഇനിയുള്ള 2 റൗണ്ടുകൾ, അതായത് 14 ബൂത്തുള്ള വഴിക്കടവ്, 3ാം റൗണ്ടിൽ വഴിക്കടവ് 4 ബൂത്തുള്ള റൗണ്ട് 4. എത്ര പ്രതീക്ഷിക്കണം? എങ്ങനെ കടക്കും? 2000, 1500 കടക്കുമോ UDF? അപർണ, വഴിക്കടവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിന് പറയാം. UDF ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന പഞ്ചായത്താണ് വഴിക്കടവ്. പക്ഷേ വഴിക്കടവിൽ ആദ്യ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ UDF-ന് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. 419 വോട്ട് മാത്രമാണ് ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് നേടാൻ സാധിച്ചത്. അവിടെ LDF-ന്റെയും അതേപോലെ തന്നെ അൻവറുടെയും കാര്യമായ വോട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അൻവർ 1588 വോട്ടുകൾ നേടി എന്നുള്ളത് തന്നെ വഴിക്കടവിൽ അൻവർ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. UDF-നെ മറികടന്ന് അല്ലെങ്കിൽ UDF-ന്റെ വോട്ടുകൾ അൻവർ ചോർത്തുന്നുണ്ട്. അത് LDF-ന് ഏറെ സഹായകമാകുന്ന സാഹചര്യമാകുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 2ാം റൗണ്ട് പുരോഗമിക്കുകയാണ്. 2ാം റൗണ്ടിലാണ് നമ്മൾ ദുരന്തത്തിൽ മരണമടഞ്ഞ അനന്തുവിന്റെ വെള്ളക്കെട്ട വാർഡടക്കമുള്ളത് 2ാം റൗണ്ടിലാണ്. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. വഴിക്കടവിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് UDF. പക്ഷേ UDF-ന് അത്രയും വലിയ ഒരു ലീഡ് 1ാം റൗണ്ടിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 419 വോട്ട് എന്ന് വെച്ചാൽ അത് UDF പ്രതീക്ഷിക്കുന്നതിലും വളരെ കുറവ് തന്നെയാണ്. എന്താണെങ്കിലും 2ാം റൗണ്ടിലെ കൗണ്ടിങ് പുരോഗമിക്കുകയാണ്. അപർണ, അൻവർ പിടിച്ച വോട്ടുണ്ട് അനുമോദ. അത് ഒരു പക്ഷേ വഴിക്കടവിൽ അൻവറിന്റെ വെറും അവകാശവാദമായിരുന്നോ എന്നുള്ളത് മറികടന്ന് കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ വോട്ട് അൻവറിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. പക്ഷേ അൻവറിന് വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ട് ചോർന്നിരിക്കുന്നത് UDF